കേന്ദ്ര സർക്കാരിന്റെ കൈത്താങ്ങായിട്ട് ക്രെഡിറ്റ് കാർഡും ഇൻഷുറൻസും സ്ത്രീകൾക്കായിട്ട് കൊണ്ടുവരികയാണ്. അതായത് രാജ്യത്തെ ലക്ഷക്കണക്കിന് സാധാരണക്കാരായ സ്ത്രീകൾക്ക് വലിയൊരു പുതുവത്സര സമ്മാനമായി കേന്ദ്ര സർക്കാർ എത്തുകയാണ്. സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷയും സ്വയാശ്രയത്വവും വർദ്ധിപ്പിക്കുന്നതിനായി ജൻധൻ ബാങ്ക് അക്കൗണ്ടുകൾ വഴി ക്രെഡിറ്റ് കാർഡ്, വായ്പ, ഇൻഷുറൻസ് പരിരക്ഷ എന്നിവ ലഭ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ പ്രധാന ആകർഷണങ്ങൾ എന്ന് പറയുന്നത് ജൻധൻ അക്കൗണ്ടുകൾ വഴി നേട്ടമുണ്ടാവും. അതായത് നിലവിലുള്ള ജൻധൻ അക്കൗണ്ടുകളിലൂടെ സ്ത്രീകൾക്ക് ക്രെഡിറ്റ് കാർഡുകളും വായ്പാ സൗകര്യങ്ങളും ലഭ്യമാകും. ഇത് സാധാരണക്കാരായ സ്ത്രീകൾക്കിടയിൽ സാമ്പത്തിക സാക്ഷരത വളർത്താൻ സഹായിക്കും. ഉയർന്ന ഇൻഷുറൻസ് പരിരക്ഷയാണ് രണ്ടാമത്തെ കാര്യം. അതായത് ജൻ സുരക്ഷാ പദ്ധതികൾക്ക് കീഴിലുള്ള ഇൻഷുറൻസ് പ്ലാനുകളുടെ കവറേജ് വർദ്ധിപ്പിക്കാനും ഗുണഭോക്താക്കൾക്ക് കൂടുതൽ മികച്ച ഇൻഷുറൻസ് പോളിസികൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. മൂന്നാമത്തത് നീതി ആയോഗിന്റെ നിർദ്ദേശമാണ്. രാജ്യത്തെ എല്ലാവരിലും സാമ്പത്തിക സേവനങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നീതി ആയോഗ് നൽകിയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി നടപ്പാക്കുന്നത്. അടുത്തത് ബഡ്ജറ്റ് പ്രഖ്യാപനമാണ്. വരാനിരിക്കുന്ന കേന്ദ്ര ബഡ്ജറ്റിൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് സൂചന. പ്രവർത്തനരഹിതമായ PM ജൻധൻ യോജന അക്കൗണ്ടുകളെ സജീവമാക്കാനും സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിക്കാനും ഈ നീക്കം വലിയ സഹായകമാകും. സാധാരണക്കാരായ സ്ത്രീകൾക്ക് ബാങ്കിംഗ് സേവനങ്ങളും സാമ്പത്തിക സഹായങ്ങളും വിരൽത്തുമ്പിൽ ലഭ്യമാക്കുക എന്ന വലിയ ലക്ഷ്യത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ ചുവടുവയ്ക്കുന്നത്.